പൊതുമുതൽ നശിപ്പിച്ചുവെന്ന കേസിൽ 9 ദിവസത്തെ റിമാൻഡിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി. ഇന്നുച്ചയ്ക്ക് രാഹുലിനെതിരായ രണ്ട് കേസുകളിൽ കൂടി തിരുവനന്തപുരം CJM കോടതി ജാമ്യം നൽകിയതോടെയാണ് ജയിൽ മോചനം സാധ്യമായത്. അറസ്റ്റ് പോലെ നാടകീയമായിരുന്നു ജയിൽ മോചനവും. മണിക്കൂറുകളോളം ജയിൽ കവാടത്തിൽ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് രാഹുലിനെ സ്വീകരിച്ചത്. ജനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ കിരീടം താഴെ വെക്കണമെന്നും രാഹുൽ. ഈ നാട് വാഴുന്ന രാജാവെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കിരീടം താഴെ വെക്കുക, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്നായിരിക്കും എന്ന് മാത്രം സംബന്ധിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ ആനമനുഷ്യന്മാരുടെ ജീവോപശകനെ കൂടുതൽ തടസ്സപ്പെടുത്തുവാനും നമ്മൾ ആഗ്രഹിക്കുമെന്ന് അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, അടുത്ത കാലത്തൊന്നും ഒരു കോൺഗ്രസ് നേതാവിനും ലഭിക്കാത്ത സ്വീകരണം, വരവേൽപ്പാണ് ആ ജയിലിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ രാഹുലിന് നൽകിയത്. എത്രത്തോളം വൈകാരികമായിരുന്നു, എത്രത്തോളം വികാരനിർഭരമായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്തായിരുന്നു അത് കഴിഞ്ഞ്? ആര്യ, രാഹുലിന് 9 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പോലീസിനെ അതിക്രമിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ സംഘം ചേരൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. രാഹുൽ 9 ദിവസമായി റിമാൻഡിൽ പൂജപ്പുര ജയിലിൽ കഴിയുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലും അതോടൊപ്പം തന്നെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലും രാഹുലിന് ജാമ്യം നൽകി. പക്ഷേ കോടതിയുടെ സാങ്കേതിക നടപടിക്രമങ്ങൾ വൈകിയതിനാൽ രാഹുലിന്റെ ജയിലിൽ നിന്നുള്ള ഇറക്കം രാത്രി 9:15 നടന്നത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന രാഹുലിനെ പ്രവർത്തകർ വലിയ ആവേശത്തോടെ സ്വീകരിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് അടക്കം, PC വിഷ്ണുനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട അൻവർ സാദത്ത് MLA അടക്കമുള്ളവരെല്ലാം രാഹുലിനൊപ്പം ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. വലിയ പ്രയാസപ്പെട്ടാണ് രാഹുലിനെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായത്. സംസ്ഥാനത്തിനുടനീളമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരുന്നു. പുഷ്പവൃഷ്ടി, ആകാശത്ത് കരിമരുന്ന് പ്രയോഗം, പൂത്തിരി കത്തിക്കൽ തുടങ്ങി അങ്ങനെ പോയി യൂത്ത് കോൺഗ്രസിന്റെ രാഹുലിനെ സ്വീകരിക്കുന്ന ചടങ്ങിലെ ആഘോഷ പരിപാടികൾ. നമുക്ക് ഈ ജയിലിന് മുൻവശത്തെ കാഴ്ച കണ്ടുപോകാമെന്ന് തോന്നുന്നു. ഇവിടെ ഈ രാഹുലിന്റെ സ്വീകരണം കഴിഞ്ഞ് മടങ്ങിയ ശേഷമുള്ള ജയിലിന് മുൻവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നിറയെ പുഷ്പങ്ങളാണ്, ഈ റോഡ് നിറയെ പുഷ്പങ്ങളാണ്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത്. പന്തംകൊളുത്തി പ്രകടനം നേരത്തെ യൂത്ത് കോൺഗ്രസ് ആലോചിച്ചിരുന്നു. പക്ഷേ സമയം ഇത്രയും വൈകിയതിനാൽ തന്നെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി രാഹുലിന് സംസാരിക്കാനായി പ്രത്യേക വാഹനമടക്കം സജ്ജീകരിച്ചുകൊണ്ട് ജയിലിന് പുറത്ത് രാഹുലിനെ സ്വീകരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സമീപകാലത്ത് എന്തായാലും ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്തരത്തിലൊരു സ്വീകരണം ലഭിച്ചിട്ടുണ്ടാകില്ല. ഈ കേസിനെ അങ്ങേയറ്റം രാഷ്ട്രീയമായി തന്നെ നേരിടുക, അങ്ങനെ നേരിട്ടാൽ അതിനുള്ള ഗുണമുണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം വിലയിരുത്തൽ. രാഹുൽ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് ജയിലിന് മുന്നിൽ നിന്നും. പക്ഷേ ഇവിടെ നിന്ന് ചെറിയൊരു പ്രകടനവും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും വന്ന പ്രവർത്തകരിൽ പല ആളുകളും ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ തുടരുന്നുണ്ട്. അല്പസമയങ്ങൾക്ക് തന്നെ ഇവരും മടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഹുൽ വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന ശേഷം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. നാളെ രാഹുൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആലപ്പുഴയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പോലീസുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന
ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ കാണാൻ എവിടേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം നാളെ മടങ്ങിയെത്തി KPCC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. തുടർ സമരപരിപാടികൾ അപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യുകയാണ് ചെയ്തത്. രാഹുലിനെ സംബന്ധിച്ച് മാത്രമല്ല വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പോലീസ് നടപടിക്കെതിരെ. ഈ രീതിയിൽ പുലർച്ചെ വീട് കയറിയൊക്കെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നോ ഒന്ന് വിളിച്ചാൽ വരില്ലായിരുന്നു എന്ന് ചോദിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇന്നത്തെ ഈ ദൃശ്യങ്ങൾ, ജയിലിന് മുന്നിലുള്ള ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ രാഹുലിന് ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ മൈലേജ് അത് എത്രത്തോളമാണ് എന്ന് ആ വിഷ്വൽസ് പറയുന്നുണ്ട് അമൽ. ശരിയാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈ വ്യാജ ID കാർഡ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. നവകേരള സദസ്സിലുള്ള വാഹനം, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോന്നപ്പോൾ കരിങ്കൊടി കാണിക്കാനായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെയും അടക്കമുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് രാഹുലിന്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഒരു ട്വിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സംഭവം. ആ മാർച്ചിൽ രാഹുലിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല. DCC ഓഫീസിലെത്തി ചിലരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നെങ്കിലും അന്നത് വിജയിച്ചില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ആ കേസിലെ 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, പ്രതിപക്ഷ നേതാവ്, 2 MLA മാർ അങ്ങനെയുള്ളവരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ രാഹുലിനെ 4-ാം പ്രതിയായ രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ രാഹുലിലേക്ക് ഫോക്കസ് വരുന്നു എന്നൊരു തോന്നലുണ്ടാകുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുലിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു. രാഹുലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു നിന്നിരുന്ന യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന് പിന്നിൽ പിന്നീട് അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഈ സംഭവം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഈ രാഹുലിനെ സ്വീകരിക്കാനായി സാധാരണ നിലയിൽ 10-15 പ്രവർത്തകർക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ആളുകളെ, നേതാക്കന്മാരെ സ്വീകരിക്കാനായി പുറത്തു വരുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പല ആളുകളെയും ഇവിടെ KPCC അധ്യക്ഷൻ വരെ ജയിലിനകത്തേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പോലും ഈ രീതിയിൽ ഒരു സ്വീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും പൊളിറ്റിക്കലി വലിയ അഡ്വാൻറ്റേജ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസും ഈ അറസ്റ്റും ഈ ജയിൽവാസവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് രാഹുൽ. എന്ത് പറയും എന്ന് അറിയാം.